ആദ്യം കുന്നംകുളം ചൊവ്വന്നൂരിൽ പാചകവാതക ചോർച്ചയെന്ന് സംശയം. ചൊവ്വന്നൂരിൽ പ്രവർത്തിക്കുന്ന അദാനി ഗ്യാസ് പദ്ധതിയുടെ മീറ്റർ റെഗുലേറ്റർ സ്റ്റേഷനിൽ നിന്നാണ് വാതകത്തിന്റെ ഗന്ധം ഉയർന്നത്. മേഖലയിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. എന്ത് തന്നെയാണെങ്കിലും നല്ലതല്ല. ഇത്തിരി നേരം എനിക്ക് ത്രോട്ട് ഡ്രൈ ആയി തുടങ്ങി. സ്ഥിരമുള്ള ആൾക്കാർക്ക് അത് കുറേശ്ശെ അതിനെ അഡോപ്റ്റ് ചെയ്യും. പയ്യെ ഇതിന്റെ ഉള്ളിലുള്ള ലങ്സ് അങ്ങോട്ട് പോയി കിട്ടും. ഹാർട്ട് പേഷ്യൻസിന് എന്തായാലും ഏറ്റവും കുറഞ്ഞത് 3 മാസത്തിന്റെ 6 മാസത്തിന്റെ ഇടയ്ക്ക് ബുദ്ധിമുട്ട് കാണിച്ചു തുടങ്ങും. സിവിയർ ആയിട്ടുള്ള സാധനം 11 മണിക്ക് ശേഷം വണ്ടികൾ പാസ് ചെയ്യുമ്പോൾ ഈ സ്മെല്ല് അറിയുന്നില്ല. പകല് യഥാർത്ഥത്തിൽ സ്മെല്ലുണ്ട്. നമ്മുടെ ഈ തുരങ്കത്തിന്റെ ഉള്ളിൽ ഫാൻ വെച്ച പോലെ വണ്ടികളുടെ എണ്ണം കുറയുമ്പോഴാണ് ഈ ഗ്യാസ് വരുന്നത്. ബൈക്കിന്റെ മുകളിൽ ഹെൽമെറ്റ് ഇട്ട് പോയി എനിക്ക് സ്മെല്ല് കിട്ടി. ഇതിന്റെ റിസ്ക് എലമെന്റ്സ് അറിയണോണ്ട് ഞാൻ വണ്ടി നിർത്തി 100 മീറ്റർ അപ്പുറത്ത് നിന്നിട്ട് ഫയർഫോഴ്സിനെ വിളിച്ച് KCB ഓഫീസിൽ. ഈ നേരെ കാണുന്ന വീടിന്റെ ഉള്ളിൽ ഫ്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ 99% നമ്മുടെ നോളജ് വെച്ച് നമുക്ക് കിട്ടുന്ന മണം ഗ്യാസിന്റെയാണ്. ചേട്ടന് ഇവർക്ക് എല്ലാവർക്കും കിട്ടുന്നത്. അതിന്റെ ഉള്ളിൽ നമ്മൾ കിച്ചണിലെ ഗ്യാസ് വിചാരിച്ച് ഓഫ് ചെയ്താവും. വീണ്ടും ചെക്ക് ചെയ്യുമ്പോ അവിടുത്തെ എല്ലാം ഇവിടുന്ന് വരുന്ന മണമാണ്. എപ്പോഴും ഉണ്ട്, എല്ലാ ടൈമും ഉണ്ട്. ഉമ്മർത്തിരിക്കാൻ പറ്റില്ല. നമ്മൾ വാതിൽ അടിച്ചിട്ടിരിക്കുക ചെയ്യാം. ഇപ്പൊ എന്റെ വീട്ടിലെ അമ്മയ്ക്കൊക്കെ സർജറി കഴിഞ്ഞ ഹാർട്ട് പേഷ്യന്റ് ആണ്. അപ്പുറത്ത് വയസ്സായ അച്ഛമ്മയുണ്ട്. അവർക്കൊക്കെ ഇത് തന്നെയാണ്. പിന്നെ ഹാർട്ട് പേഷ്യൻസിന്റെ കാര്യം പിന്നെ പറയണ്ട. ബാക്കി കമ്പയർ ചെയ്യുമ്പോ പിന്നെ ഇഷ്യൂതാണ്. അലർജിക്കാരുടെ കാര്യം അതെ. ജനൽ തുറക്കാൻ പറ്റില്ല, ഡോർ തുറക്കാൻ പറ്റില്ല. ഡോർ തുറക്കുക അപ്പൊ തന്നെ അടയ്ക്കുക. ഇന്നുള്ളതാണ് മണം. അല്ലാതെ ഈ ഒരു പർട്ടിക്കുലർ ടൈം മാത്രമല്ല, എപ്പോഴും 24/7 നല്ല രീതിയിൽ സ്മെല്ലുള്ളത്. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുകയാണ്. ലിഷോ, ഇവര് പറയുന്ന അനുസരിച്ച് ഇതിപ്പോൾ ഉണ്ടായ ഒരു സംഭവമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനൊരു സംശയം ഉയരാൻ കാരണം എന്താണ്? ഇനിയിപ്പോൾ അവിടെ എന്താണ് അടുത്ത നടപടി ചെയ്യാനാവുക? രൂക്ഷഗന്ധം ഉയരുന്നു. അപ്പം തന്നെ അവർ തന്നെ പറയുന്നുണ്ട് ആശങ്കകളൊക്കെ. വലിയ ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തയാണ്. തീർച്ചയായും. അതായത് കുന്നംകുളം ചൊവ്വന്നൂരിലുള്ള അദാനി ഗ്യാസ് പദ്ധതിയുടെ മീറ്റർ റെഗുലേറ്റർ സ്റ്റേഷനിലാണ് അതിനോട് ചേർന്നുള്ള പ്രദേശത്താണ് ഈ ഒരു പ്രശ്നമുള്ളത്. ഇന്ന് വലിയ തോതിൽ ഈ പാചകവാതകത്തിന്റെ ഗന്ധം ഈ മേഖലയിൽ ആകമാനം പടർന്നതിനെ തുടർന്നാണ് നാട്ടുകാർ കൂടുതൽ ആശങ്കയിലാക്കിയത്. നേരത്തെ തന്നെ ഈ സെന്ററിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ഈ ഗന്ധം രൂക്ഷമായതോടുകൂടിയാണ് നാട്ടുകാർ കൂടുതൽ പരിഭ്രാന്തരായത്. ഉടനടി തന്നെ ഫയർഫോഴ്സിനെയും KSEBയെയും ഒക്കെ തന്നെ വിവരം അറിയിച്ചു. ഫയർഫോഴ്സ് എത്തി മേഖലയിൽ ഈ മേഖലയിൽ ആകമാനം ഏതെങ്കിലും തരത്തിൽ ഗ്യാസ് പടർന്നിട്ടുണ്ടോ എന്ന് കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രം KSEB ബന്ധം, അതായത് വൈദ്യുത ബന്ധം പുനഃസ്ഥാപിച്ചാൽ മതി എന്ന് KSEBക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. എത്രത്തോളം ഈ വായുവിൽ ഈ ഗ്യാസിന്റെ അളവുണ്ട് എന്നുള്ളതിന്റെ തോത് കണക്കാക്കേണ്ടിയിരിക്കുന്നു. ആ തോത് കണക്കാക്കിയ ശേഷം മാത്രമായിരിക്കും ഇനിയിപ്പോൾ തുടർ നടപടികൾ സ്വീകരിക്കുക. ആളുകളുടെ ആശങ്കയ്ക്ക് അനുസരിച്ച് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ഹാനികരമാകുന്ന തരത്തിലുള്ള ഈ ഗ്യാസ് ലീക്കേജ് ഇവിടെ ഉണ്ടോ എന്നുള്ള ഒരു കാര്യം ആദ്യഘട്ടത്തിൽ പരിശോധിക്കും. എന്നാൽ അത് കൃത്യമായി ഈ കമ്പനി അധികൃതരുടെ ഭാഗത്തുനിന്ന് കൃത്യമായി പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ആരും തന്നെ നിലവിൽ അവിടെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതായത് ഒരു സ്റ്റാഫ് മാത്രമാണ് അവിടെ ഈ പ്ലാന്റിൽ ഉള്ളത്. മറ്റ് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ അവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ആശങ്ക എന്ന് പറയുന്നത് രാത്രിയിൽ പൂർണ്ണമായും ഇത്തരത്തിൽ ഈ ഒരു ഗന്ധം ഇവിടേക്ക് വരുന്ന ഒരു സമയത്ത് കൂടുതൽ ഇടങ്ങളിലേക്ക് ഇത് വ്യാപിക്കുമ്പോൾ എത്രത്തോളം വലിയ അളവിൽ ഇത് വ്യാപിക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും സ്ഥലത്ത് പ്രതിഷേധമുണ്ട്. അതിനോടൊപ്പം തന്നെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചിരിക്കുകയാണ്. മറ്റ് പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുക. ഫയർഫോഴ്സും നാട്ടുകാരും ജനപ്രതിനിധികളും ഒക്കെ തന്നെ അവിടെ തന്നെയുണ്ട്. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. പാചകവാതകം ചോർന്നെന്നുള്ള സംശയമാണ് ഉയരുന്നത്. ചൊവ്വന്നൂരിലാണ് സംഭവം. ഇപ്പോൾ അവിടെ പ്രതിഷേധം നടക്കുന്നു. ഒപ്പം ജനപ്രതിനിധികളൊക്കെ അവിടെയുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. നിലവിൽ ഇപ്പോൾ വൈദ്യുതി ബന്ധമൊക്കെ പൂർണ്ണമായും വിച്ഛേദിച്ചിട്ടുണ്ട്. ആശങ്കകൾ പറയുന്നുണ്ട്. പലതരത്തിൽ രോഗമുള്ള ആളുകളുണ്ട്. അല്ലാത്ത മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളവും വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ വരും. സ്ഥിരീകരണം ഉൾപ്പെടെയെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.